ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, മഴ കാരണം തിങ്കളാഴ്ച നമുക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. കുറച്ച് ലേറ്റായിട്ടാണ് നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ഇന്ന് സ്കൂളിൽ പോകണമല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ കാലത്ത് തന്നെ രാത്രിയിൽ അടുപ്പും ഇതിനെയൊക്കെ സെറ്റാക്കുകയും അതുപോലെ തന്നെ കടല കുതിർത്തി വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് പണി എളുപ്പമായി. കുറച്ച് വൈകി നീറ്റാലും കൂടിയിട്ട് എണീറ്റ പാടെ ഞാൻ അവിടെ പുറത്ത് പോയി അടുപ്പൊക്കെ കത്തിച്ച് കടലയൊക്കെ വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ അടുക്കളയിൽ വന്ന നാളികേരമൊക്കെ ചിരകി പുട്ടിലേക്കും കടലക്കറിക്കും വേണ്ട നാളികേരമൊക്കെ ചിരകി അതൊക്കെ വറുത്തരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേക്കും എന്താ ശ്രീക്കുട്ടിയൊക്കെ എണീറ്റ് കുളിച്ചു. ഏട്ടൻ കുളിക്കണമല്ലോ കേട്ടോ. ഏട്ടന് നമ്മൾ കടലക്കറിയായ അടുപ്പത്തിന് കുറച്ച് ചൂടുവെള്ളം വെച്ചു. കാരണം എന്താണെന്നറിയോ, ഏട്ടന് കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് കൈ വേദനിക്കണമെന്ന് പറയുന്നുണ്ട്. കൈയല്ല, കഴുത്തിൻ്റെ സൈഡ് നീര് ഇറങ്ങിയിറക്കുമല്ല, എന്താണെന്നറിയില്ല. എന്തായാലും ഡോക്ടറെ കാണിക്കണം. വൈദ്യരെ കാണിച്ച് തൈലമൊക്കെ തേക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചൂടുവെള്ളം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറവില്ല. പിന്നെ എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ശ്രീക്കുട്ടി എൻ്റെ ഒപ്പം നിന്ന് എന്തെങ്കിലുമൊക്കെ വികൃതി കാണിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വഴക്ക് പറയും. ഇപ്പോൾ രണ്ടുപേരും തട്ടുന്ന രീതിയിലാണ് വഴക്ക് പറയുക. കാരണം ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾ പറയും അമ്മ എന്ത് ചെയ്താലും ശ്രീനുവിനാണെങ്കിൽ ശ്രീനുവിനെ ഒന്നും പറയില്ല എന്ന്, അല്ലെങ്കിൽ ശ്രീനു പറയും ചേച്ചീനെ ഒന്നും പറയില്ല, എന്നെ മാത്രമേ പറയുള്ളൂ എന്ന്. അപ്പോൾ രണ്ടാൾക്കും സമം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ്. പിന്നെ ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണല്ലോ. അപ്പം ഞാൻ പൊതുവെ വെളിച്ചെണ്ണ ഇവിടെ അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ നമ്മുടെ ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഒഴിക്കും, ബാക്കി ഓയിലും അങ്ങനെയൊക്കെയാണ്. വെളിച്ചെണ്ണയ്ക്കൊക്കെ തീ പിടിച്ച വിലയാണ്, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊന്നും താങ്ങൂല. അപ്പോൾ ചേച്ചി അനിയത്തിയും ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെ നോക്കിയിട്ടാണ് എന്തൊക്കെയോ അഭ്യാസങ്ങളൊക്കെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതപ്പോൾ ഞാൻ ഉള്ളി വഴറ്റിയ എണ്ണയിൽ വഴറ്റിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടി ഇടണം, ഒരു കടലക്കറിക്ക് കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടേ. എന്നാലും ഒരു ഭംഗിയും കൂടി ഉണ്ടെങ്കിലാണ് നമുക്കത് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റൊക്കെ തോന്നുള്ളൂ. കടലക്കറിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ വെള്ളക്കടലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചുവന്ന കടല ഉണ്ട്. നമ്മുടെ കുക്കർ കുറച്ച് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വെള്ളക്കടലയാണല്ലോ നല്ലത്. അടുപ്പിലാണ് വെക്കുന്നത്. കുക്കറിൽ ഗ്യാസിൻ്റെ മുകളിലാണ് ഞാൻ കടലയൊക്കെ വേവിച്ചിരുന്നത് സാധാരണ. പക്ഷേ കുക്കർ കുറച്ച് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളക്കടല എടുത്തതാണ്. പിന്നെ ഇപ്പോൾ ചൂട് പുട്ടുണ്ടാക്കി വെക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്. മഴയത്ത് ചൂട് പുട്ടും കടലക്കറിയും സൂപ്പറായിരിക്കും. പിന്നെ ഇപ്പോൾ ഏട്ടനും ഇന്ന് ചെറിയ രീതിക്ക് എന്തോ വർക്കുള്ളൂ. കാരണം മൊത്തത്തിലിപ്പോൾ ഷീറ്റിൻ്റെ വർക്കാണ് ഉള്ളത്. സ്റ്റെയർ കേസും ഗ്രില്ലും വർക്ക് അങ്ങനത്തെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളതൊക്കെ ഷീറ്റ് വർക്കാണ്. അപ്പോൾ അത് മഴയില്ലാത്തപ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ച് പണികളൊക്കെ പെൻഡിങ്ങിലാണ് മഴ കാരണം. പിന്നെ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് കാണുന്ന പല പല ജില്ലകളിലുള്ള ആൾക്കാരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എവിടെയുള്ളവരാണെങ്കിലും സേഫായിട്ടിരിക്കുക. അപ്പം നമുക്ക് മഴക്കാലം ഒരു പേടി സ്വപ്നമാണല്ലോ. അപ്പോൾ എല്ലാവരും നന്നതായിട്ട് പ്രാർത്ഥിച്ച് നല്ല സേഫായിട്ടൊക്കെ ഇരിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക. ആരും ഒന്നും മടിച്ചിട്ട് പറയാതിരിക്കരുത്. സ്വന്തം ജനിച്ച് വളർന്ന നാടാണ്, ഇവിടം വിട്ട് എങ്ങോട്ടും പോവില്ല, അങ്ങനെയുള്ള വിചാരമൊന്നും പാടില്ല. നമ്മുടെ ജീവൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാം ഉണ്ടാവുള്ളൂ, മണ്ണാണെങ്കിലും ഭൂമിയാണെങ്കിലും. അപ്പോൾ എല്ലാവരും ആ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഉള്ളിയൊക്കെ അങ്ങനെ മൂപ്പിച്ച് കടലക്കറിയിലേക്ക് കൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുറ്റി പുട്ടായിട്ടുണ്ട്, അടുത്ത കുറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 കുറ്റി പുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 4 ആൾക്കും പാകമാണ്. ചിലപ്പോൾ അതിൽ കുറച്ച് ബാക്കി വരും. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരി ഉണ്ടല്ലോ, ആ അരി വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് കഴുകി ചോറ് ഊറ്റണ പോലെ ഊറ്റി വെക്കുക. എന്നിട്ട് അരി അങ്ങനെ ഉണക്കൊന്നും വേണ്ട, അങ്ങനെ മില്ലിലേക്ക് കൊടുത്തയച്ച് കഴിഞ്ഞാൽ നല്ല പുട്ടുപൊടി പൊടിച്ച് കിട്ടും. ഇനി അവിടെ നിന്ന് തന്നെ വറുത്ത് തരും. ഇപ്രാവശ്യം ഏട്ടന് അവിടെ നിന്ന് തന്നെ വറുത്ത് കൊണ്ടുപോയി ചെയ്തത്. 170 രൂപ എന്തോ ആയിട്ടുള്ളൂ. 7 കിലോ അരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളത്തേക്കായില്ല. ഇപ്പോൾ 1.5 മാസമായി ഞാൻ വറുത്ത് പൊടിച്ച് കൊടുന്ന് വെച്ചിട്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ പകുതി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 1.5 മാസം ഉപയോഗിക്കാനുള്ള പൊടി എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല പൊടി കിട്ടും. സ്കൂളില്ല. അമ്മ പറഞ്ഞില്ല കോളുണ്ടെന്നാണ്. ഇന്നലെ പറഞ്ഞ അമ്മ സ്കൂളുണ്ടെന്ന്. ഇന്നലെ രാത്രി നമ്മള് കളക്ടർ പാലക്കാട് ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചു.
മെസ്സേജ് വന്നായിരുന്നു ഗ്രൂപ്പിൽ നിൽക്കില്ല പറഞ്ഞിട്ട്. നാളെ ഉണ്ടാവും കേട്ടോ. ആ അതെയാ. നമുക്ക് നല്ല വെള്ളം പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് കൊണ്ടുവരിക. അപ്പോൾ അത് കൊടുന്ന് വെച്ചത് ഇതാകത്തിരി ഉള്ളൂ. ഇനിയിപ്പോൾ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരണം. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ നാളികേരം ചിരകി അതേ പ്ലേറ്റിൽ തന്നെയാണ് ഞാനും കഴിക്കാനായിട്ട് എടുത്തത്. എല്ലാവരും നാളികേരം ചിരകിയ പ്ലേറ്റിൽ തന്നെയാണ് ഞാൻ കഴിക്കാൻ വേണ്ടിട്ട് എടുത്തത് കേട്ടോ. അത് അതിന്റെ വക്കത്തിൽ കൂടെയൊക്കെ ഓരോരുത്തർ കാണില്ലേ. അപ്പൊ ആ ഒരു പ്ലേറ്റിൽ തന്നെ എടുത്തു. പിന്നെ വേറെ പ്ലേറ്റ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറേ പാത്രങ്ങൾ കഴുകാനാവുകയാണെ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുക്കളയിൽ ചെയ്യുന്നത്. അപ്പൊ പിന്നെന്താ, എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ. പിന്നെ ഇവിടെ തൂതപ്പുഴയിലും കുന്തിപ്പുഴയിലും ഒക്കെ വെള്ളം കയറി. അതുപോലെ മുറിയൻകണ്ണി അവിടെ എവിടെയൊക്കെ വെള്ളം കയറി എന്നൊക്കെ ഇപ്പൊ രാവിലെ ന്യൂസ് വെച്ചപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ. അപ്പൊ രാവിലെ നല്ല ചൂട് പൊട്ടും കടലക്കറിയും കഴിക്കാൻ പോവാട്ടോ. നിങ്ങളൊക്കെ രാവിലെ ചായ കുടിച്ചോ? എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ. കമന്റിലുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അടി കിട്ടും. ഒറ്റ മിനിറ്റ് കൊണ്ട് പുല്ല് കളരിയല്ലേ ഇപ്പം എത്ര ദിവസം ഇല്ലാതെ. അച്ഛൻ അങ്ങോട്ട് പോട്ടെ. ഇങ്ങോട്ട് വാ കുറച്ച് നേരമല്ലേ ഇങ്ങോട്ട് വാ. ഒക്കെ ഉള്ളിൽ കയറിക്കോ. കാറ്റ് കൊള്ളണ്ട, അത്ര കൊണ്ടാൽ മതി. ഇക്ക അടുക്കളയിൽ പോയിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാനാണേ. വേണ്ട, പറ്റില്ല. ഞങ്ങളവിടെ ഉമ്മർത്തിട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാൻ വേണ്ട. വേണ്ടക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല. വേണ്ടാന്ന് വിശ്വാസമില്ല. ഞാൻ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ട് വാല് ഉറക്കാം. അതാ പറ്റില്ല. ഉള്ളിൽ കയറി ഷീനുള്ളിൽ കയറിക്കാം. നല്ല കുട്ടിയായിക്കാം. ശ്രീകുട്ടിയെ ശ്രീകുട്ടി ഭയങ്കര വാശിയാണ്. അവൾ വാതിൽ തുറന്ന് അപ്പോൾ പുറത്തേക്ക് ഓടും. എന്നാൽ ശ്രീനു അങ്ങനെയല്ല കേട്ടോ. ശ്രീനുവിന് കുറച്ചൊരു ഒതുക്കൊക്കെ ഉള്ളത് പോലെ തന്നെ. കാരണം എന്തെങ്കിലും പറഞ്ഞ് അവൾ പെട്ടെന്ന് കേൾക്കും. പിന്നെ ഇപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പും വീതനൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് പോയതാണ്. പിന്നെ ഇത് ഇത്തിരി ഉരുളക്കിഴങ്ങിൻ്റെ പരിപാടി, ഉരുളക്കിഴങ്ങ് കൊണ്ട് മസാല ഉണ്ടാക്കണം, അതിൻ്റെ പരിപാടിയിലാണ്. നമുക്കിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് രസമുണ്ട്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് രണ്ടാമത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പിന്നെ എന്താ, കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് സോയയും കൂടി ചേർത്തിട്ട് നല്ലൊരു മസാല പോലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. സവാളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യണം. ഒരു കുട്ടിക്കുറുമ്പി ഒപ്പം തന്നെ ഉണ്ട്. ഒക്കെ പണികൾ നടക്കില്ല അവിടെ കൊഞ്ചു നിന്നാല്. അപ്പൊ ഇതിന്റെ പേരാണ് പൊട്ടേറ്റോ. പേരാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ. ഇതിന്റെ പേരാണ് ഓണിയൻ. ഉള്ളി സവാളയാണ് തക്കാളി. ഇതല്ല, ഇതാണ് സവാള. ഉള്ളിയാണ് സവാള. ഇതിന്റെ പേരാണ് സോയാബീൻ. ഗായ്സ് എന്റെ ഡയമണ്ട് ഉണ്ട്. ഗായ്സ് ഡയമണ്ട് ഉണ്ട്. എന്റെ പോക്കറ്റിലാണ് ഡയമണ്ട്. ഡയമണ്ട് അല്ല എന്റെ ഹെൽഡ് തന്നെയാണ്. എന്റെയോ ഇതിന്റെ ഉടുപ്പത്തേന് ഇതിന്റെ പേരാണ് വാട്ടർ. ചേച്ചിക്ക് ഇട്ട വെള്ളല്ലേ. നമ്മുടെ പൊട്ടോട്ട
ഇത് നമ്മുടെ 100 കൈ. 100 കയ്യോ? 100 കൈയുണ്ട്. പെട്ടെന്ന് അടുക്കളത്തെ പരിപാടിയൊക്കെ ഒതുക്കി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു. പക്ഷേ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് ഏട്ടനും കഴിക്കാനായിട്ട് വന്നു. ഞങ്ങളൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ വേറൊരു വഴിക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ തന്നെ നാളെ ഉച്ചയോട് കൂടെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഈ ഒരു വീഡിയോൻ്റെ തുടർച്ചയായിട്ട് വരുന്ന വീഡിയോ തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക. ഓക്കെ.